സ്വാമിക്ക് ഉപദേശം കൊടുക്കും വരെ മാന്ത്രികന്റെ ശരീരത്തുനിന്ന് ഇതൊന്നും ഊരരുതെന്നല്ലേ പ്രമാണം? പ്രമാണം ഇതെല്ലാം ഊരി വെച്ചിട്ടാ അവൻ വേണ്ടാതെ നിങ്ങൾ കാട്ടുക. മുങ്ങിക്കുളിച്ച് വന്ന് വീണ്ടും ധരിക്കും. ഭഗവതി, പുത്തൂരെ കുവഴനം വളർന്നതാ അച്ചിമാരെ കൂട്ടിക്കൊടുക്കുന്ന എച്ചികളെ പുത്തൂരെ കുമാരൻ തമ്മിയുടെ മന്ത്രസിച്ച് നശിച്ചിട്ടില്ല. പപ്പുവന്മാർ പോകാൻ പറ. അങ്ങനെക്കാളും വലിയ മന്ത്രിയല്ലേ കുമാരൻ തമ്പി. ധൂമാവതി ധൂം ധൂം 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 ധൂമാവതി ദേവി, കുമാരന്റെ അനന്തിരവരെ വകവരുത്തണം ദേവി. കൊച്ചുപുതൂർ വീട്ടിലേക്ക് എഴുന്നള്ളിയാലും നിന്റെ അഭീഷ്ടം പോലെ. യക്ഷി യക്ഷി വടവൃക്ഷ നിവാസി ശീഘ്രം മേ സർവസൗഖ്യം ഒരു അഭീഷ്ടം നിറവേറ്റിയാലും ദേവി. കുമാരന്റെ കഥ കഴിക്കണം ദേവി. ദൂരേക്ക് ചെന്നാലും അവിടെ ഒരു യക്ഷി വസിക്കുന്നുണ്ട്. മറ്റൊരു യക്ഷിയുടെ ആവാസസ്ഥാനത്ത് ഞാൻ പോവില്ല. വീടിന്റെ പരിസരങ്ങളിൽ ചെന്ന് ആവത് ചെയ്യാം. മഹേശ്വരി, പറയുന്നത് കേൾക്ക്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാം. എന്നെ കൊണ്ട് ഇവിടെ കഴിയാൻ പറ്റില്ല. ചേച്ചിയും കൂടെ ഞങ്ങളോട് പോര്, നമുക്ക് അവിടെ കഴിയാം. എന്റെ കുമാരനെ വിട്ടിട്ട് ഞാൻ എങ്ങനെ വരും? അവൾ മനുഷ്യ സ്ത്രീയല്ല, വടയക്ഷണിയാണ്.
തിരിഞ്ഞു നോക്കാതെ ഗരുഡ ഭഗവാനെ ധ്യാനിച്ച് വീട്ടിലേക്ക് നടന്നോളൂ. എടാ മഹാമാന്ത്രിക, നിന്നന്വേഷിച്ച് ഒരുത്തി കിഴക്കേപ്പാടത്ത് കറങ്ങുന്നുണ്ട്. വടയക്ഷിണി. അതേടാ, മാലയും മേലസൊക്കെ ഊരി വെച്ചിട്ട് ഊരി വിറ്റിക്കും. പപ്പുവിന്റെ ആത്മാവാ എന്നെ രക്ഷിച്ചത്.